വാളക്കുഴിയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒരു സ്ഥാപനമാണ് തെള്ളിയൂർ ശാലേം മർത്തോമ ചർച്ച് എന്നറിയപ്പെടുന്ന വട്ടമലപ്പള്ളി. ഈ പള്ളി ഇവിടെ ഉണ്ടായതിനെ സംബന്ധിച്ചും അതിൻ്റെ ചരിത്രങ്ങളും കുറച്ച് കഴിഞ്ഞ ഭാഗത്തിൽ അപ്പച്ചൻ പറയുകയുണ്ടായി. എന്നാൽ കുറച്ചുകൂടെ വിശദമായിട്ട് ഈ പള്ളി എങ്ങനെയാണ് ഇവിടെ ഉണ്ടായത്, ഈ പ്രദേശം എങ്ങനെയായിരുന്നു, ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ആരംഭകാലത്തുണ്ടായിരുന്ന ആളുകളെ ആരെയൊക്കെ അറിയാം, അതുപോലെ തന്നെ അപ്പച്ചൻ പറയുകയുണ്ടായി ഇവിടേക്ക് കുടിയേറി പാർത്തത് ഒരു 7 വീട്ടുകാരാണെന്ന് പറയുകയുണ്ടായി. ആ വീട്ടുകാർ ആരെല്ലാമാണെന്നുള്ളതുകൊണ്ടൊന്ന് പരാമർശിക്കാമോ? കുടിയേറിമാണ് പറയട്ടെ. പറഞ്ഞു. ഈ തെള്ളിയൂർ ശാലയും മാർത്തോമ ഇടവകയിൽ ഇന്ന് നാമകണ്ഠത്തിൽ അറിയപ്പെടുന്ന ദേവാലയം നിർമ്മിച്ചത് ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ 7 പിതാക്കന്മാർ ഈ പ്രദേശത്തേക്ക് വന്നു എന്നുള്ളതാണ്. അത് ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, മാരാമണ്ഡ പള്ളിയും ആറന്മുളയമ്പലവും തമ്മിൽ അടുത്ത കരയാണ്. അക്കാലത്ത് ഇന്നത്തെ പോലെ ഇന്ത്യത്തത്വത്തിൻ്റെ വലിയ ഇതൊന്നുമില്ല, നല്ല യോജിപ്പാണ്. ആ കാര്യം അച്ഛനോട് പറയുകയും അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ഇങ്ങോട്ട് വന്നത് വരാനായിട്ട് വരുന്നത് ഒന്ന് പ്ലാത്തോട്ടത്തിൽ മത്തായിച്ചൻ എന്ന് പറയുന്ന അപ്പച്ചൻ. അത് എൻ്റെ അപ്പച്ചന്മാരിൽ 3 തലമുറ അപ്പുറത്തുള്ള അപ്പച്ചനെ അപ്പച്ചനെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് വളരെ നല്ലതായിട്ടറിയാം. അത് കാടും മേടും പിടിച്ച സ്ഥലത്ത് വന്ന് തമ്പുരാക്കന്മാർ അനുവാദപ്രകാരം മേടിച്ച സ്ഥലത്ത് മുളങ്കൂട്ടിൽ നിർമ്മിച്ച ഒരു ചെറിയ കെട്ടിടമായി. അത് ആ അപ്പച്ചൻ ഒന്ന്. ആ അപ്പച്ചൻ്റെ കൂടെ വന്ന ആൾ ചെളിക്കുഴിയിൽ തോമസ് എന്ന് പറയുന്ന ആൾ. അത് പിതാക്കന്മാരാണ്. മാച്ചാത്തിലെ അപ്പച്ചന്, അതുപോലെ തന്നെ പാലോലി അപ്പച്ചന്, മാന്താനത്തെ അപ്പച്ചന്, പിന്നെ മുണ്ടയിൽ നിൽക്കുന്നവരിൽ മാച്ചാത്തിൽ മത്തായിയുടെ അപ്പച്ചന്, ഇങ്ങനെയുള്ള 7 പേരാണ് ഈ പ്രദേശത്തേക്ക് ആദ്യം വരുന്നത്. പിൽക്കാലത്ത് പരിഷ്കൃത രാജ്യത്ത് വന്നപ്പോഴത്തേന് പേരും പെരുമയൊക്കെ മാറ്റിയൊക്കെ ചരിത്രം പറയുന്നാൽ ചരിത്ര സത്യമെന്ന് പറയുന്നില്ല. അത് ഇത്ര ശക്തമായിട്ട് പറയാൻ കാര്യമെന്ന് പറയാൻ ഉള്ള കാരണം, ഈ ആദ്യത്തെ ആരാധനാലയത്തിൽ പാലക്കുന്നത്തെ ഒരച്ഛനെ ഇവിടെ വരുന്നത്. അന്ന് വരുമ്പോൾ എൻ്റെ പിതാവിൻ്റെ അപ്പച്ചൻ പാലുവലി ഫിലിപ്പ് എന്ന് പറയുന്ന ആളാണ് അച്ഛൻ്റെ ശുശ്രൂഷകനായി ഇവിടെ ഉള്ളത്. ആ കൂട്ടത്തിൽ എങ്ങോട്ട് പോകണമെങ്കിലും പിരിച്ചാൻ വിളിച്ചാൽ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഈ അപ്പച്ചന്മാരുടെയൊക്കെ വായിൽ നിന്ന് കേട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അന്നത്തെ ചരിത്രത്തിൽ വളരെ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഒരുമയായിരുന്നു, നല്ലൊരുമ. ആ പ്ലാത്തോട്ടത്തിൽ അപ്പച്ചൻ എന്ന് പറയുന്ന അപ്പച്ചൻ ഇറങ്ങി വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് വിളിക്കുക ഓരോരുത്തരെ, എടാ മത്തായി, എടാ കൊച്ചുഞ്ഞ്, എടാ ദാവീദ്, എടാ ഗീവരീദ് എന്ന് വിളിച്ച എല്ലാവരും. അത് ഞാൻ ഓർക്കുക. ഇനി ഒരു കാലം അത് കിട്ടുമെന്ന് ആരും ആഗ്രഹിക്കുന്നുമില്ല, എല്ലാവരും വന്നിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഇത് ഇത്ര പ്രഗത്ഭമായി ശോഭിച്ചത്. ഹിന്ദുക്കളാൽ വലിയ എതിർപ്പുള്ളൊരു കാലമായിരുന്നു ആ കാലം, വലിയ എതിർപ്പ്. കാരണം ഇവിടെ ക്രിസ്ത്യാനികളൊന്നും ഞാൻ ഉറപ്പിക്കുന്ന അനുസരിച്ച് തെള്ളിയൂർ ഭാഗത്തുള്ള ആ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്ക് വലിയ പകയാണ്. എന്ത് ചെയ്യുമെന്നറിയാമോ? അവർ വന്നിട്ട് ഇവരുടെ കൃഷിമല്ലെല്ലാം മോട്ടിച്ചോട്ട് പോകും. ഇവർ കൃഷി ചെയ്യും, അവരാ ഫലമെടുക്കണം. ഒരിക്കലും അപ്പച്ചൻ പറഞ്ഞു, കൃഷിക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു വണ്ടി ചാണകപ്പൊടി ഇട്ടിട്ട് ആ ചാണകപ്പൊടിയുടെ അടുത്ത് 4 പേര് വന്നു എന്നുകൊണ്ട് അവിടെ ചാക്കിനകത്ത് നിറച്ചേച്ച് ഉടമത്തിനോട് പറഞ്ഞ് ഇട പിടിച്ച് മത്തായി എന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ട് കൊണ്ടുപോയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കാലത്ത് ഇവിടെ ഒരു റൗഡി സംഘം ഉണ്ടാക്കിയിട്ടുണ്ട്. റൗഡി 8-10 പേരുണ്ട്. അവർ മല്ലന്മാരായിട്ടുണ്ടായി. ഇതിനെ എല്ലാം എതിർത്തു. അതൊക്കെ എനിക്ക് ഓർമ്മയുള്ള കാലത്താണ്, എനിക്കറിയാം, നല്ല പരിചയമുണ്ട്. എല്ലാവരും ഇന്ന് അവശേഷിക്കുന്നില്ല. അങ്ങനെ വളരെ പ്രതികൂലങ്ങൾ ആ കാലത്തുണ്ടായിട്ടുണ്ട്. പിൽക്കാലത്ത് ഇടവക കാര്യമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അനേക സാധുക്കളായ കുഞ്ഞുങ്ങൾക്ക് വീട് വെച്ച് കൊടുത്തു. വീട് വെച്ചിടത്തൊക്കെ പോയ പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട്. അതൊക്കെ സഹിച്ചൊരച്ഛനായിരുന്നു. അച്ഛനെ എൻ്റെ ആയുസ്സിൽ എനിക്ക് മറക്കാൻ പറ്റുകയില്ല. തന്നെയല്ല, മാർത്തോമാ സഭയിലെ വലിയ കൺവെൻഷനായിരിക്കുന്ന മാരാമണ്ണ് മഹായോഗത്തിൽ വെച്ച് അന്നത്തെ അലക്സാണ്ടർ മെത്രാപ്പോലീത്ത പറഞ്ഞു, നിങ്ങൾ പട്ടക്കാരെ കാണണമെങ്കിൽ
വാളക്കുഴി ചെല്ലാൻ പറഞ്ഞു. അത്ര പഴപ്പനായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു സാധാരണ വേഷവും ധരിച്ച് ഒരു ദിവസം മല്ലപ്പള്ളിയിൽ പോയി പ്രസ്സിൽ പോയി പുസ്തകമൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ വെണ്ണിക്കുളത്ത് വരുമ്പോൾ ഹൈസ്കൂൾ പഠിക്ക് വരുമ്പോഴും കല്ല് കുടിച്ചൊരു മനുഷ്യനവിടെ കിടക്കുന്നു. ആ മനുഷ്യനെ അച്ഛനും സൈക്കിൾ വെച്ചിട്ട് കോരി എണ്ണയിപ്പിച്ച് കയറ്റി ഇരുട്ടി സൈക്കിൾ ഒരു റാലി സൈക്കിളുണ്ടായിരുന്നു, അത് ഇരുട്ടി തള്ളി കൊണ്ടുവന്നു. പള്ളിക്കാരെല്ലാം കൂടെ വഴക്കുണ്ടാക്കി അച്ഛൻ കള്ളുകൂടിയന്മാരെ പിടിച്ചാണ് അന്ന് വന്നിരിക്കുന്നത് മറ്റേ പറഞ്ഞു. അച്ഛനൊന്നും കൂട്ടാക്കില്ല, ഒരിക്കലും കൂട്ടാക്കില്ല. ഒരു സമയത്ത് 2-3 പേര് കൂടി ഒരുതിനെ അടിക്കാൻ ഒരുങ്ങി വാളക്കുഴി കവലി വെച്ച്. എന്നിട്ട് അവൻ എങ്ങും നിൽക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ട് ഓടി അച്ഛൻ്റെ പാഴ്സനേജ് വന്നു താഴെ അങ്ങ് വീണു. അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്നും അവർ ഓടി അവിടെ വരെ വന്നു തിരിച്ചു പോയി. ഒറ്റ പ്രതികരിച്ചില്ല. അങ്ങനെ ഒത്തിരി പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉണ്ടായിരുന്നാലും സുവിശേഷ വില എന്താണെന്നും ഒക്കെ കാണിച്ചു കൊടുക്കുക. കർഷക അഭിവൃദ്ധിക്ക്, ആത്മീയ അഭിവൃദ്ധിക്ക്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്, ജോലിക്ക്, എല്ലാവിധത്തിലും. ഒരിക്കലും ഒരു സന്ദർശനത്തിന് പോയ കൂട്ടത്തിൽ കാരമലി എന്ന സ്ഥലത്തൂടെ പോയപ്പോൾ അതിനടുത്തൊരു ഹിന്ദു മനുഷ്യൻ തടിവെട്ടുകാരനുണ്ടായിരുന്നു. അവൻ മരത്തിൽ നിന്ന് താഴെ വീണിട്ട് നട്ടെല്ല് തളർന്ന് അവിടെ കിടക്കുന്നു. അടുത്ത വീട്ടിൽ ചെന്നപ്പം അവരെ ചോദിച്ചു, അവിടെ ചെന്ന് എൻ്റെ പീതാ കിടപ്പ്, പെര കെട്ടിയിട്ടില്ല, ഒന്നുമില്ലാത്ത വിധം. പിറ്റത്തെ ഒരു അച്ഛൻ പോയി ആളുകളെ സംഘടിപ്പിച്ച് പെര കെട്ടി കൃഷി ചെയ്തു. ഞാൻ ഓർക്കുന്ന അച്ഛനാണ് ആ മിറ്റൻ തൂത്തുവാരിയത്. ആ മിറ്റൻ തൂത്തുവാരിയത് ആ പട്ടക്കാരുടെ പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് കാലാകാലത്തിൽ. പിന്നെ ഒരു ഹൈസ്കൂൾ വരാൻ വളരെ സാധ്യത ഉണ്ടായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇപ്പോൾ നിലനിൽക്കുന്ന ഈ നമ്മുടെ തെള്ളിയൂർ ശാലയം മർത്തോമ ചർച്ച് എന്നുള്ളത് എൻ്റെ ഓർമ്മയിൽ ഞാൻ കേട്ടിട്ടുള്ളതനുസരിച്ച് 3ാമത്തെ പള്ളിയാണല്ലേ? ആദ്യത്തേതുണ്ടായിരുന്ന ഒരു ചെറിയ പള്ളിയായിരുന്നു. അതിനുശേഷം കല്ല് കെട്ടിയ പള്ളി ഉണ്ടായി. അതിനുശേഷം ഇപ്പോഴത്തെ കാണുന്ന ആ പള്ളി ഉണ്ടായി. 3ാമത്തെ പള്ളിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആദ്യം ഉണ്ടായിരുന്നത് ആ പള്ളിയെ കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെയുണ്ട്? ആദ്യം ഒരു കൊച്ചു പള്ളി, ഒരു ചെറിയ പള്ളി, അധികം ആളുകളില്ലല്ലോ. അന്നത്തെ കുറച്ച് വീട്ടുകാരല്ലേ ഉള്ളൂ. പിന്നെ ഇത്രയും വീട്ടുകാരായി. അതൊരു ചെറിയ മുളങ്കൂട്ട് പോലെ ചെറിയ ഇത് വെച്ച് സ്ഥാപിച്ചായിരുന്നു. ആ പള്ളി പൊളിച്ച് കളഞ്ഞത് ഏത് വർഷമാണെന്ന് ഏകദേശം ഓർക്കുന്നുണ്ടോ? അപ്പം ആ പള്ളി പൊളിച്ചതോ? അത് കഴിഞ്ഞിട്ട് പുതിയ ഇപ്പോൾ ഉള്ള പള്ളിയുടെ മുമ്പിലിരുന്ന പള്ളി ഉണ്ടായത് ഏത് വർഷമാണെന്ന് ഏകദേശം ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? അത് ആ പള്ളി പണിതത് NK യോഹന്നാൻ അച്ഛൻ്റെ കാലത്താണ് അത് പണിതത്. അല്ല, അതിനു മുൻപിലാണ്. അതേതാണ്ടൊരു 80 വർഷമല്ലല്ലോ. ഇപ്പോഴത്തെ പള്ളി 100 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനും പുറകിലാണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. അപ്പോൾ അന്ന് ആ പള്ളി ഉണ്ടാക്കിയ സമയത്ത് ഇവിടുത്തെ നാട്ടുകാരുടെ സഹകരണം ആ കാര്യങ്ങളിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് അന്നത്തെ കാലത്ത് ആ പള്ളിക്കോ ഈ പള്ളിക്കോ ആ പഴയ പള്ളിക്ക് ആ പണിക്ക് കാര്യമായ സഹകരണം കുടുംബക്കാരുണ്ടായിരുന്നു. ഇത്രയും കുടുംബങ്ങളില്ലെങ്കിലും നല്ല യോജിപ്പുണ്ടായിരുന്നു, നല്ല ഒത്തൊരുമയുണ്ട്. പറഞ്ഞില്ലേ, അവിടുന്ന് ആത്മായ നേതാക്കളോ അച്ഛനോ എന്തു പറഞ്ഞാലും അനുസരിക്കുന്നതും വകവയ്ക്കുന്നതുമായിരുന്ന ആളുകളായിരുന്നു. നല്ല സഹകരണമായിരുന്നു. അത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പോഴത്തേത് അതിനെക്കാട്ടിലുള്ള സഹകരണമായിട്ട് മുന്നോട്ട് വന്നു. അതെ, ഇപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു പള്ളിയാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ സ്ഥല സൗകര്യവും ബാക്കിയുള്ള ക്രമീകരണങ്ങളും എല്ലാം ഉണ്ട്. നല്ലതുപോലെ തുക ചെലവഴിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു പള്ളിയാണ് ഇപ്പോൾ കാണുന്ന പള്ളി. ഈ പള്ളി അറിയപ്പെടുന്നത് വട്ടമല പള്ളി എന്നൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? അത് ഈ പറഞ്ഞ അന്ന് അവർ തമ്പുരാക്കന്മാർ പറയുമ്പോൾ, നിങ്ങൾ പോയി സ്ഥലം കണ്ടേച്ച് വരുമ്പോൾ പറയുമ്പോൾ, ആ തമ്പുരാക്കന്മാരോട് പറഞ്ഞ സ്ഥലത്തിന് തമ്പുരാൻ പറഞ്ഞ പേരാണ് ഈ സ്ഥലം എന്തുകൊണ്ട് അത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഇതിരിക്കുന്ന സ്ഥലം ഒരു ചെറിയ കുന്നാണ്. 3 വശവും ചുറ്റും താഴ്ന്ന സ്ഥലമാണ്. അതിൻ്റെ മറ്റത്തിൽ ഉയർന്ന ഒരു ചെറിയ കുന്ന്, അതാ വട്ടമല കുന്നെന്ന് പറയാൻ കാരണം. അതുകൊണ്ട് ആ പ്രദേശത്ത് വട്ടമല എന്നൊക്കെ നേരത്തെ പറയാൻ, ഇപ്പോൾ ദേശത്തിൽ നിന്നൊന്നും പറയുന്നില്ല. അതെ. അങ്ങനെയാണ് ഈ പള്ളിയുടെ സ്ഥാപിതമായത്.
ഈ പള്ളിയിൽ ഇവിടെ ശുശ്രൂഷയ്ക്കായിട്ട് വന്ന അച്ഛന്മാരിൽ ഏറ്റവും അധികമായിട്ട് സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടിയിട്ട് ഏറ്റവും അധികമായിട്ട് പ്രവർത്തിച്ച ഒരു അച്ഛൻ എന്ന് പറയുന്നത് TP കോശി അച്ഛനാണെന്ന് അപ്പച്ചൻ പറയുകയുണ്ടായി. അപ്പോൾ അച്ഛൻ്റെ ആ കാലഘട്ടത്തിലാണ് വാളക്കുഴിയിൽ ഒരു പാലം നിർമ്മിച്ചത് എന്നുള്ളതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഓർക്കുന്നു പറയാമോ? വാളക്കുഴി പാലത്തെ പറ്റി ഞാൻ പറഞ്ഞ നാടിൻ്റെ വികസനത്തിന് വേണ്ടി എന്ത് പ്രവർത്തിക്കണമെങ്കിലും ഈ ബ്ലോക്കുകൾ വരികയും കൃഷി വികസനം ഉണ്ടായി. അങ്ങനെ വികസനമുള്ള കാലത്ത് എല്ലാ പ്രവർത്തനങ്ങളും അച്ഛൻ മുൻപന്തിയിലുണ്ട്. കർഷകരുടെ ആവശ്യത്തിനും ആത്മീയ നേതൃത്വത്തിനും അത് സഭാവ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുന്ന അച്ഛനായിരുന്നു. അത് അത്ര പച്ചക്കാരും മോശക്കാരാന്നും പറയാൻ പറ്റുകയില്ല, എല്ലാവരും നല്ലത് തന്നെയാണ്. പക്ഷേ എടുത്ത് എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ച ഒരു വ്യക്തിയാണ്. യാതൊരു സംശയമില്ല. പലരും അതിന് സാക്ഷികളുണ്ട്, അതിന് തർക്കമില്ല. ഭൂമിശാസ്ത്രപരമായി വാളക്കുഴി എന്ന പ്രദേശത്തെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് വാള കിടക്കുന്ന ഒരു കുഴി എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പച്ചൻ തന്നെ നേരത്തെ പറയുകയുണ്ടായി, തമ്പുരാൻ ഇങ്ങനെ യാത്ര ചെയ്തു പോകുന്ന സമയത്ത് തോട്ടിൽ നിന്നും വെള്ളത്തിൽ ഊത്ത കയറുന്നതിൻ്റെ കൂട്ടത്തിൽ കയറുന്ന ഈ വാളകൾ കിടക്കുന്നതിനെ തൻ്റെ കയ്യിലിരിക്കുന്ന ഊന്നുവടി കൊണ്ട് തട്ടിക്കളഞ്ഞതിന് ശേഷമായിട്ട് അദ്ദേഹം യാത്ര ചെയ്ത ചരിത്രമൊക്കെ പറയുകയുണ്ടായി. ഇപ്പോൾ കാണുന്ന ഈ വാളക്കുഴിയുടെ ഇപ്പോഴത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടനയും പണ്ട് കാലത്തെ ഒരു ഘടനയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊന്ന് പറയാനായിട്ട് പറ്റുമോ? ഇപ്പോഴുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവിടെ ഒരു പാലം തീർന്നത് കൊണ്ട് എലിമറ്റൂരും തെളിയൂരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കപ്പെട്ടു, ഉറപ്പിക്കപ്പെട്ടു. നല്ലൊരു പാലം തീർന്നതോടെ ആ പ്രദേശങ്ങളിൽ ആ കൃഷിഭൂമി ചുറ്റുപാടുമുള്ള കൃഷിഭൂമിയാണ് കർഷകരാണ് കൃഷി ചെയ്യുന്നത്. എന്നാൽ കൃഷിയുടെ കാര്യങ്ങൾ പറയുന്നെങ്കിലും ഇന്നത്തെ പോലെ ഒന്നുമില്ലാത്ത പഴയ കാലത്തെ കൃഷിയാണ്. വളമോ വലിയ പ്രവർത്തനങ്ങളൊന്നുമില്ല. ആ സ്ഥാനത്ത് ഒരു പ്രദേശം 1-2 ചെറിയ കെട്ടിടങ്ങളുണ്ട്. പിൽക്കാലത്ത് വന്നത് 2 ബാങ്ക്, ഫെഡറൽ ബാങ്ക്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക്, പിന്നെ വളരെ നാൾ പരിശ്രമിച്ചിട്ട ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു ചെറിയ സ്ഥാപനം കിട്ടിയിരിക്കുന്നത്. ഈ വാളക്കുഴി പോസ്റ്റ് ഓഫീസ് ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടുത്തെ പോസ്റ്റൽ സർവീസുകൾ എങ്ങനെയായിരുന്നു? എഴുമറ്റൂർ PO ആയിരുന്നോ, തെള്ളിയൂർ PO ആയിരുന്നു? തെള്ളിയൂർ PO ആയിരുന്നു. തെള്ളിയൂർ അന്ന് പോസ്റ്റ് ഓഫീസിന് കെട്ടിടം ഉണ്ടായിരുന്നു. അത് എവിടെയായിരുന്നു സ്ഥിതി ചെയ്തതെന്ന് ഓർക്കുന്നുണ്ടോ? അത് പിന്നെ റാന്നി തിരുവല്ല റോഡിൽ തെള്ളിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അമ്പലത്തിലേക്ക് പോകുന്ന ആ സ്ഥലത്തിൻ്റെ അടുത്തായിരുന്നു. വാളക്കുഴിയുടെ ഘടന അപ്പച്ചൻ പറഞ്ഞതുപോലെ അല്പം വ്യത്യാസമായിരുന്നു. പാലം ഉണ്ടായതിനു ശേഷമായിട്ടാണ് ഇത്രയും വികസനം ഉണ്ടായെന്ന് പറഞ്ഞു. അതിനു മുമ്പ് വാളക്കുഴി എങ്ങനെയായിരുന്നു? ഒരു കുഴിയായിട്ടുള്ള പ്രദേശമായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. അത് ഒരു ആഴമുള്ള തോടാണ് ഈ വാളക്കുഴി തോട്. വലിയ നീരൊഴുക്കും ആഴമുള്ള തോടാണ്. അത് തെങ്ങുംതടി പാലത്തെല്ലാം കയറി പോയിക്കൊണ്ടിരുന്നത്. അല്ല, മറ്റു മാർഗമില്ല. വാഹനം കയറത്തില്ല ഇപ്പുറത്തോട്ട്. അതുപോലുള്ള കുഴിയാണ്. അത് ഞാൻ ഇന്നും ഓർക്കുന്നു. എൻ്റെ മാതാവിന് അസ്വസ്ഥ നേരിട്ട സമയത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് യാതൊരു മാർഗമില്ല. എന്നിട്ട് ഞങ്ങളെ ഓടിച്ചെന്ന് ഒരു കാറുകാരനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ വരെ വന്നു. മുന്നോട്ട് മാറിയില്ല. ഞങ്ങൾ എടുത്തുകൊണ്ടാണ് വന്നത്. അന്നാണ് ഈ സ്കൂളിലെ ടീച്ചർ ആ കാലത്ത് അത് തോട്ടിൽ താഴെ പോവുകയും. ഏത് ടീച്ചറാണെന്ന് ഓർക്കുന്നുണ്ടോ? അത് തോട്ടിൽ വീണ് ഒഴുകിപ്പോവുകയുണ്ടായി അല്ലേ? ഈ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്ന സമയത്ത് തോട്ടിൽ അതുപോലെ ഒഴുക്ക് ശക്തമായിരുന്ന സമയത്ത് ആള് വീണ് ഒഴുകി പോകാനായിട്ടിടയായി. പുത്തോട്ടിലെ സാറിൻ്റെ പേരിന് പുത്തോട്ടിലെ ഏലിയാമ്മ സാറ് ആ ടീച്ചറാണ് തോട്ടിൽ വീണ് ഒഴുകി പോകാനായിട്ടിടയായത്. ആ സമയത്ത് MTLP സ്കൂൾ അവിടെ ഉണ്ടല്ലോ. ആ സ്കൂളിലേക്ക് അപ്പോൾ കുഞ്ഞുങ്ങളെ എങ്ങനെയായിരുന്നു അക്കരെ കടത്തിക്കൊണ്ടിരുന്നത്? അത് ആളുകൾ വന്ന് പിടിച്ചു കടത്തി കൊണ്ടുപോകുമായിരുന്നു. തോട്ടം വരുമ്പം അപ്പുറത്ത് വന്നും ഇപ്പുറത്തും വന്ന് പിടിച്ചു കൊണ്ടുപോകാം ഓരോ കുഞ്ഞുങ്ങളെ കൊണ്ടുപോവുകയാണ്. അയ്യോ, വളരെയേറെ ദുർഘടമായിരുന്നു. പാലം വന്നത് ഒരു വലിയ പ്രയോജനമായിരുന്നു പ്രദേശത്തിൻ്റെ. ഈ BAM UP സ്കൂൾ ഉണ്ടായത്, അതായത് നമ്മുടെ മുകളിലത്തെ സ്കൂൾ ഉണ്ടായത് ഏത് കാലഘട്ടത്തിലായിരുന്നു ഓർക്കുന്നത്? അതിപ്പോഴാണ് സ്ഥാപിതമായിട്ട് ഒരു 60 വർഷം 60 മുകളിലായിട്ടുണ്ട്. 1 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. അതെനിക്ക് ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. നമുക്ക് ഈ വാളക്കുഴി എന്ന് പറയുന്ന ഈ സ്ഥലത്ത്
ഒരു കുരിശടി ഇപ്പോൾ നിൽപ്പുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന വാളക്കുഴി ജംഗ്ഷനിലുള്ള ഒരു കുരിശടി. ഞാൻ കേട്ടിട്ടുള്ളതനുസരിച്ച് ആ കുരിശടിയിലേക്ക് കയറുവാനായിട്ട് താഴെ നിന്നും സ്റ്റെപ്പ് പണിതാണ് ആ കുരിശടിയിലേക്ക് കയറുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ആ കുരിശടിയുടെ 2 തട്ടുകൾ മാത്രമേ അതിൻ്റെ മുകളിലേക്ക് കാണുന്നുള്ളൂ. ബാക്കി ഭാഗം അത്രയും താഴ്ചയിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? അടിവശത്ത് തട്ടി മണ്ണിട്ട് കയറ്റിയപ്പോഴേ അത് മേവശം തറയാക്കി എടുത്തു. അന്ന് ആ കുരിശും തൊട്ടിയിലേക്ക് കയറിക്കൊണ്ടിരുന്നത് സ്റ്റെപ്പ് വഴിയായിരുന്നു. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു നമ്മുടെ കണക്ക് അനുസരിച്ച് പറഞ്ഞാൽ ഒരു 10 അടിയിൽ കൂടുതൽ താഴ്ച ഉണ്ടായിരുന്ന ഒരു കുഴിഞ്ഞ പ്രദേശം തന്നെയായിരുന്നു ഈ വാളക്കുഴി എന്ന് പറയുന്നത്. കുഴിയായിരുന്നു. എല്ലാ 4 വശത്തുള്ള സ്ഥലത്തു നിന്നും ഒരു കുഴിഞ്ഞ സ്ഥലമായിരുന്നു. ഈ വാളക്കുഴി എന്ന സ്ഥലത്ത് ഈ തടിപ്പാലത്തിന്റെ അപ്പുറം ഇപ്പുറമുള്ള സ്ഥലങ്ങളെല്ലാം കൃഷി സ്ഥലങ്ങളായിരുന്നു അപ്പച്ചൻ പറഞ്ഞത്. കണ്ടമായിരുന്നു. അതോ കണ്ടമായിരുന്നു. അപ്പൊ ഈ തോട്ടിൽ നിന്നുള്ള വെള്ളം ഈ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് കൃഷി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. വാളക്കുഴിയെ പ്രശസ്തമായിട്ട് പഴയ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ പാലത്തടി വെച്ചിരുന്ന, അല്ലാതെ ഈ തെങ്ങിൻ തടിയുടെ പാലം വെച്ചിരുന്ന സ്ഥലത്ത് ഒതളമരം നിൽപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഒരു ഒതളം ഉണ്ടായിരുന്നു. ആ ഒതളം 2 കരയിലും ഉണ്ടായിരുന്നു. 2 പേരും അതല്ലായിരുന്നു സ്ഥാപിച്ചത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ഒതളം എന്ന് പറയുന്ന മരം ഒരു വലിയ പ്രചാരത്തിലുള്ളൊരു മരമാണ്. തോട്ട് സൈഡിലൊക്കെ വളർത്തുന്ന ധാരാളം ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്തായിരുന്നു ഈ പാലം കെട്ടിയിട്ടിരുന്നത്. അതുപോലെ തന്നെ വാളക്കുഴി എന്ന് പറയുന്ന ഗ്രാമത്തെക്കുറിച്ച് ഞങ്ങളുടെയൊക്കെ ഓർമ്മയിൽ, ഏകദേശം ഒരു 40 വർഷം പുറകോട്ടുള്ള ഓർമ്മയിൽ, കൃഷിയാൽ സമൃദ്ധമായ ഒരു ഗ്രാമമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ധാരാളം കാർഷിക വിഭവങ്ങൾ വിപണിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. തികച്ചും കൃഷിയെ ആശ്രയിച്ച് മാത്രം ആളുകൾ ജീവിച്ചിരുന്ന ഒരു ഗ്രാമമായിരുന്നു വാളക്കുഴി എന്ന് പറയുന്നത്. ഈ ഇന്നത്തെ തലമുറയിൽ അത്രത്തോളം കൃഷി ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു വാസ്തവമാണ്. പ്രകൃതിയുടേതായിരിക്കുന്ന ബുദ്ധിമുട്ടും വന്യജീവികളുടേതായിരിക്കുന്ന പ്രയാസങ്ങളും ഒക്കെ നമുക്ക് ഉണ്ട്. എന്നാൽ ആ കാലഘട്ടത്തിൽ കൃഷി ഉപജീവനമാക്കിയ ആളുകളുടെ ആ ഒരു ജീവിതശൈലിയെ പറ്റിയിട്ടൊന്ന് പറയുവാനായിട്ട് പറ്റുമോ? അവിടെ ജീവിതം കർഷകരായിരുന്നു. 100% ആളുകളും കർഷകരാണ്, അല്ലാതെ ആരുമില്ല. അവർ നല്ലപോലെ അധ്വാനിക്കുമായിരുന്നു. അവരുടെ സാധനങ്ങളൊക്കെ വിറ്റ് കാശാക്കുന്നത് വളരെ ദൂരെ ചുമ്മിക്കൊണ്ടുപോയാൽ, തലച്ചുമടായിട്ട് കൊണ്ടുപോയാൽ. ഞാനും ചുമ്മിയിട്ടുള്ള ആളാണ്. അന്ന് 5 കിലോമീറ്റർ അപ്പുറം മുതൽ 10 കിലോമീറ്റർ ദൂരെ വരെ കൃഷി സാധനങ്ങൾ ചുമ്മിക്കൊണ്ടുപോയി അത് വിറ്റ് കാശ് മേടിക്കുക. കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന, കൃഷിയും കന്നുകാലി വളർത്തലും മാത്രമാണ്. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിലും വിദേശ സ്ഥലങ്ങളിലേക്ക് വരെ കൃഷി ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തു നിന്നും എറണാകുളത്തു നിന്നുമൊക്കെ കച്ചവടക്കാർ വന്ന് കൃഷി സാധനങ്ങൾ കൊണ്ടുപോകാനും ഒരു വലിയ കൃഷി കേന്ദ്രമായിരുന്നു വാളക്കുഴി എന്നുള്ളത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ വാളക്കുഴി ഫെഡറൽ ബാങ്ക് നിൽക്കുന്ന സ്ഥലത്തൊക്കെയും മത്തങ്ങായും കുമ്പളങ്ങായും ഒക്കെ വലിയ മല കണക്കിന് കൂട്ടിയിട്ടുകൊണ്ട് ഇവിടെ നിന്ന് വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്ന ആ ഒരു കാലഘട്ടം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അങ്ങനെയായിരുന്നു അത്. എറണാകുളത്തു നിന്ന് ലോറി നേരിട്ട് വന്ന് ഈ സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകാൻ. അന്ന് ഇന്ന് കിട്ടിയാൽ അതല്ല ഉള്ളോ. വാളക്കുഴിയിൽ കരിമ്പ് കൃഷി ഉണ്ടായിരുന്ന ഒരു കണ്ടമുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. കരിമ്പ് കൃഷി ഉണ്ടായിരുന്നതാണ്. ഈ പാലത്തിനടുത്ത തൊട്ട് വലത്ത് വശത്തെ സ്ഥലം കരിമ്പ് കൃഷിയുള്ളതാണ്. അതിന് തൊട്ട് പുറകിൽ അയ്യങ്കോവിൽക്കാരുടെ സ്ഥലം കരിമ്പ് കൃഷിയുള്ള സ്ഥലമാണ്. ആ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ കരിമ്പ് കൃഷി സാധാരണ ഉണ്ടായിരുന്നു. അന്ന് കർഷകർക്കൊരു വരുമാന മാർഗമായിരുന്നത്. അതുപോലെ ഈ വാളക്കുഴി പ്രദേശത്ത് ചക്ക് നിലനിന്നിരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നോ? ചക്ക് കരിമ്പാട്ടുന്ന ചക്ക് ഉണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ ഏത് സ്ഥലത്താണെന്ന് ഒന്ന് പറയാനായിട്ട് പറ്റുമോ? സ്ഥലമോ? അയ്യങ്കോവിലെന്ന് പറയുന്ന വീടിൻ്റെ പരിസരത്തൊരു ചക്കുകള ഉണ്ടായിരുന്നു. കല്ലൂപ്പാറക്കാരന് വല്യപ്പൻ്റെ സ്ഥലത്തൊരു ചക്കുകള ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇവിടെ ഈ കരിമ്പ് കൃഷി കൂടുതലുള്ളിടത്തോട്ട് മാറും. സ്ഥിരമായിട്ട് വെക്കുകയല്ല, എടുത്തു മാറ്റുന്ന തരത്തിലുള്ള ചക്ക എടുത്ത് മാറ്റിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ 2-3 സ്ഥലങ്ങളിൽ ചക്ക ഉണ്ടായിരുന്നു. അന്ന് കരിമ്പ് കൃഷി ഒരു വലിയ പ്രചാരമാണ്. കരിമ്പ് കൃഷി കണ്ടത്തിലാർന്ന സ്ഥലത്തൊക്കെ. ഈ കരിമ്പ് കൃഷി അല്ലാതെ മറ്റുള്ള കൃഷികൾ എന്തൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിൽ ഈ കണ്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഓർക്കുന്നുണ്ടോ? കരിമ്പ് കൃഷി കണ്ടത്തില്ല, കരയ്ക്കല്ല. മറ്റു കൃഷികളെന്ന് പറഞ്ഞാൽ കരഭൂമിയില്ല.
കരഭൂമിയിലും അതുപോലുള്ള സ്ഥലത്തും. ഈ കരിമ്പ് കൃഷി മാത്രമായിരുന്നോ കണ്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്? കണ്ടത്തിൽ നെല്ലും ചെല്ലൊക്കെ വിതയ്ക്കുന്നുണ്ടായിരുന്നു. ചുരുക്കം ചെല്ല്. ഇത് കരിമ്പ് കൃഷി ചെയ്താൽ കാശ് കിട്ടുമല്ലോ. ഇപ്പോൾ കൃഷിയിൽ കർഷകർ നേരിടുന്ന പ്രധാന പ്രതിസന്ധിയായിട്ട് അപ്പച്ചൻ കാണുന്നത് എന്താണ്? ഇവിടെ ഇപ്പോൾ ഉള്ളത് റബ്ബർ കൃഷിയാണ് ആദായം കാണുന്നത്, ആദായമുണ്ടെന്ന് കരുതുന്നത്. കൊക്കോയും അതോടൊപ്പം തന്നെ ഉണ്ട്, അത്രയും പ്രചാരത്തിലാകുന്നില്ല. റബ്ബർ കൃഷിയാണ് ഇപ്പം അതിനെന്ത് പ്രതിസന്ധിയാണ് ഇപ്പം കർഷകർ നേരിടുന്ന പ്രതിസന്ധി? പ്രധാനമായിട്ടുള്ള പ്രശ്നമായിട്ട് എന്താണ് അതിനെ കാണുന്നത്? കൃഷിക്കുള്ള പ്രശ്നങ്ങൾ. കൃഷിക്ക് പ്രതിസന്ധിയായിട്ടുള്ളത് ഇപ്പോഴത്തെ ഒന്നാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന കാട്ടുമൃഗങ്ങൾ, പന്നി, കുരങ്ങ്, ഇങ്ങനെയുള്ള കുറുക്കന് ഇതിൽ നിന്ന് നേരിടുന്ന ഉപദ്രവമാണ് ഒരു പങ്ക് പ്രതിസന്ധി. അതുകൊണ്ട് കർഷകർക്ക് മുൻപോട്ട് ചെയ്യാൻ നിവൃത്തിയില്ല, അവർ നിർത്തിവെച്ചിരിക്കുക, ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. ആ അവസ്ഥയാണ് ഇന്ന് കൃഷിയെ ഏറ്റവും പുറകോട്ട് തള്ളിയിരിക്കുന്നത്. വീണ്ടും വാളക്കുഴി ഒരു കാർഷിക ഗ്രാമമായിട്ട് വരും എന്നുള്ള പ്രതീക്ഷ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ അങ്ങനെ പ്രതീക്ഷയില്ല, തിരിച്ചു വരുന്ന ഒരു പ്രതീക്ഷയില്ല. വാളക്കുഴിയുടെ ഒരു പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു പ്രതാപത്തിലേക്ക് വീണ്ടും വാളക്കുഴി മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷ അപ്പച്ചനുണ്ടോ? വാളക്കുഴി പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു പ്രതാപത്തിലേക്ക് വീണ്ടും മടങ്ങി വരുമെന്നൊരു പ്രതീക്ഷ വല്ലതും ഉണ്ടോ? അങ്ങനെ എനിക്ക് പ്രതീക്ഷയുണ്ട്. ഇന്നത്തെ പോലെ ഈ യൗവനക്കാരെ പോലെ കുറച്ച് ആളുകൾ ഈ ദേശത്തുണ്ടായാൽ വളർച്ച തിരിച്ചു വരും, യാതൊരു സംശയമില്ല. ഇന്ന് ഇതിന് പ്രധാനമായ വളർച്ചയെന്ന് പറയുന്നത് പണം വർദ്ധിച്ചു. അവർക്ക് കൃഷിക്ക് ആവശ്യമില്ല, മറ്റൊരുത്തൻ്റെ ആവശ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് അതപ്പത്തിച്ചു. അതാണ് പ്രധാന കാരണം. അതൊന്നും മാറിക്കിട്ടുകയില്ല. പിന്നെ കർഷകാഭിവൃദ്ധിക്കുള്ളവർക്ക് ചില മാർഗങ്ങൾ കിട്ടിയാൽ അവർ കൃഷി ചെയ്യും. കൃഷി ആദായം ഉള്ള ഒരു വലിയ പ്രസ്ഥാനമാണ്, നഷ്ടമല്ല. ഇവിടെ ഒരു റബ്ബർ കർഷകരെ സഹായിക്കുവാനായിട്ട് ഒരു സഹകരണ സംഘം അപ്പച്ചൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടായതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടൊന്ന് വിശദീകരിക്കാം. അത് എങ്ങനെയാണ് തുടങ്ങിയത്, അതിൻ്റെ പ്രാരംഭ കാലഘട്ടത്തെക്കുറിച്ച്? അതിനെപ്പറ്റി ഒത്തിരി പറയാറുണ്ട്. ഇവിടെ കർഷക പറഞ്ഞാൽ ഈ മുമ്പ് പറഞ്ഞ അച്ഛൻ്റെ കാലത്താണ് ഇങ്ങനെയുള്ള വികസനങ്ങൾക്ക് വേണ്ടി വിരൽ ചൂണ്ടുന്നത്. അന്ന് റബ്ബർ ബോർഡിൽ നിന്ന് പ്രധാനമായിട്ട് കർഷകർക്കുണ്ടാക്കുന്ന ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി പരിശ്രമിച്ച് കോട്ടയത്ത് നടന്ന് ആവർത്തി നടന്ന് ബന്ധപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ഒരു ഉൽപ്പാദക സംഘം ഉണ്ടായി ഇവിടെ. ഈ ഉൽപ്പാദക സംഘം നല്ല നിലയിൽ പ്രവർത്തിച്ചു. എന്നാൽ നിയമാനുസരണമായിട്ട് കാലകാലത്ത് തിരഞ്ഞെടുപ്പ് നടക്കണം. ആ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചില പിരിമുറുക്കം മുഖാന്തരം മാറി മാറി പല ആളുകളെ വന്നെങ്കിലും അധപതനത്തിൻ്റെ അവസ്ഥയിലേക്ക് താണുപോയി. അതിലെനിക്ക് വേദനയുണ്ട്. ഞാൻ അതിലൊത്തിരി ബന്ധപ്പെട്ടവനാണ്. ഈ കാലത്ത് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നാഥനില്ലാത്ത വസ്തുവായിട്ട് തീർന്നു. കർഷകർക്ക് യാതൊരു പ്രയോജനമില്ല. റബ്ബർ ബോർഡ് ഒത്തിരി ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തുടങ്ങിയ കർഷക സംഘങ്ങൾ വളരെ ഉയർന്ന നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ ജന്യ മുതലാളികൾ തൊഴിലാളികൾ തമ്മിലുള്ള അന്തരമാണ്. ഈ കഴിഞ്ഞ സമയം വരെ അത് ഓരോ വീട്ടുകളിലാണ് ആകുന്നു. മനുഷ്യരുടെ മുൻപിൽ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ തന്നെ അതാ ഈ ചെറിയ കുഞ്ഞുങ്ങളുടെ വീട്ടിലാണ് ഇപ്പോഴത്തെ. വാളക്കുഴിയിൽ കാഡ്ബറി കമ്പനി കൊക്കോ കൃഷി വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടമാണ് കോശിയാച്ചൻ്റെ കാലഘട്ടം. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ഓർക്കുന്നത് പറയാമോ? ഉണ്ട്. അവിടെ ഈ കൊക്കോ കൃഷിയുടെ വ്യാപകമായി വരുന്നതും മുമ്പേ ഞാൻ സൂചിപ്പിച്ച കോശിയച്ഛൻ്റെ കാലത്താണ്. അച്ഛൻ ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞു വന്നപ്പോൾ കൊക്കോ പൊടി ആരംഭമാവുന്നത്. അപ്പോൾ നമുക്കൊരു നാഴ്സറി തുടങ്ങണം. കൊക്കോ കൃഷി ആരംഭിക്കുന്നത് കളിക്കാട്ടൂർ പോയി ഞാനും അച്ഛനും വേറൊരാളും കൂടെ പോയി കൊക്കോ പഴുത്തത് വാങ്ങിച്ചുകൊണ്ട് വന്ന് വാളക്കുഴിയിൽ എൻ്റെ സഹോദരൻ്റെ ഒരു സ്വല്പ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒരു നല്ല നേഴ്സറി ഉണ്ടാക്കി. ആ നേഴ്സറി ഉണ്ടാക്കി ആ തൈകൾ വിതരണം ചെയ്തു.
അങ്ങനെയാണ് കൊക്കോ കൃഷി ഈ പ്രദേശത്ത് കഴിഞ്ഞത്. ഇന്നും കൊക്കോ കൃഷി ലാഭമാണ്. അത് ഒത്തിരി പരിശ്രമം ചെയ്തു. അത് കഴിഞ്ഞ് പറങ്കണ്ടി മേടിച്ചുകൊണ്ട് വന്ന് പാകി അത് കൊടുത്തു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ ശ്രദ്ധ പഠിപ്പിക്കാത്ത ഒരു കാര്യം ഇവിടെ ഇല്ലായിരുന്നു. അതെല്ലാം ആ കാലത്ത് നടന്നു. പക്ഷേ അത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ ഇന്നത്തെ സമ്പ്രദായത്തിൽ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു ജനായത്തമാണ്. അത് തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ അത് പ്രയോജനപ്രദമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അതിവിടുത്തെ രാഷ്ട്രീയമായ അവസ്ഥയുടെ പറയുന്നു. അതുകൊണ്ടാണ് ഇത് മാറിപ്പോകുന്നു. ഈ ഉൽപ്പാദക സംഘം നശിപ്പിച്ചു. ഏതാണ്ട് 100 അംഗങ്ങളുള്ള സംഘമായിരുന്നു. റബ്ബർ കറി എടുത്തതാ, വളം മേടിച്ചുകൊണ്ട് കൊടുത്ത, എല്ലാം കൊടുത്ത, എല്ലാം നശിപ്പിച്ചു.